ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസിന് ശേഷം എല്ലാവരും നാട് മുറിക്കാനും പലതരം ബിസിക്ക് ഇങ്ങനെ ഓടി നടക്കും. വണ്ടി പോയ അണ്ണാൻ്റെ പോലെ ഓടി നടക്കുന്ന രണ്ട് വ്യക്തികളാണ് ആദിലയും നൂറയും. അതുപോലെ ബിൻസിക്ക് ആകെ കൂടെയുള്ള കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ചാച്ചൻ്റെ ഓട്ടോ, മസ്താനി, PR ഇത് മാത്രമാണ്. അതുപോലെ ആദില നമ്മുടെ ശൈത്യയെ അൺഫോളോ ചെയ്തിരിക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ നോക്കി നോക്കൂ, എല്ലാവരും ഭയങ്കര ബിസിയിലാണ്. പക്ഷെ രണ്ടുപേരും ബിസിയല്ല. ഇനി അടുത്തത് എന്ത് അസൂയ ഉണ്ടാക്കാം, എന്ത് കുശുമ്പ് പറയാം എന്നുള്ള ലെവലിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ബർത്ത്ഡേ ആഘോഷിച്ച് എല്ലാവരും വിളിക്കുന്നു. എല്ലാവരും വരണമെങ്കിൽ വരട്ടെ, പ്രസൻ്റൊക്കെ കൊണ്ട് എന്നുള്ള ലെവലിൽ. പക്ഷേ എന്താണ്, അപ്പോഴും ഇവർ വിചാരിച്ച വ്യക്തികളോട് എത്തിയില്ല. അതൊക്കെ എത്തുമെന്ന് വിചാരിച്ചു. പിന്നെ അവർക്ക് സ്റ്റാർ സിംഗറിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് എല്ലാവരും എത്തി. അപ്പോഴും ഇവർ സംസാരിക്കാൻ നോക്കി. അപ്പോൾ ജസ്റ്റ് ഒഴിഞ്ഞു മാറുന്ന ആൾക്കാരെയാണ് ഇവർ കണ്ടത്. പിന്നെ ഈ ഫൈസൽ ബായുടെ മറ്റേ മലബാർ ഗോൾഡ് ഫൈസൽ അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിങ്ങിന് പോയി. അപ്പോഴും അനുമോളും അവരൊന്നും അധികമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് കൈ കൊടുത്തു, ഹായ് പായ് എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ആദിലയും നൂറും ബിഗ് ബോസിന് ഇറങ്ങിയപ്പോൾ തന്നെ ശൈത്യയെ അങ്ങോട്ട് പിടിച്ച് ഫോളോ ചെയ്തു. നൂറ് ചെയ്തില്ല കേട്ടോ, ആദിലയാണല്ലോ ഇത്രയും വലിയ കുശുമ്പും കുന്നായ്മയും കുനിഷ്ടും ഏറ്റവും കൂടുതൽ സാധനം ആദിലയാണ്. നേരെ അങ്ങോട്ട് ചെയ്തു. ഞങ്ങളുടെ ഫ്രണ്ടല്ലേ, അനുമോള് ഭയങ്കര സാധനമാണെന്ന് വിചാരിച്ച് നേരെ ചെന്ന് ശൈത്യയെ ഫോളോ ചെയ്തു കേട്ടോ. അപ്പോൾ സത്യത്തിൽ അനുമോള് ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ മാത്രം കളികൾ കളിച്ചിട്ടില്ല. ബാക്കി എല്ലാവർക്കും എതിരെ കളികൾ കളിച്ച ആളാണ് അനുമോൾ. പക്ഷേ ഇവർ രണ്ടുപേരും ഇഷ്ടം തന്നെയായിരുന്നു അവർക്ക്, അനുമോൾക്ക്. അത് ആ ഇഷ്ടം അവർക്ക് മനസ്സിലാകില്ല. ശൈത്യ വന്ന് അത് രണ്ട് പാത്രത്തിലാക്കി കൊടുത്തു. അത് ഇവർ വിചാരിച്ചു അനുമോൾക്ക് ഫുള്ള് നെഗറ്റീവാണ് പുറത്ത്, അതുകൊണ്ടായിരിക്കും ശൈത്യ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് ഇവർ നേരെ ശൈത്യയോടൊപ്പം ഇങ്ങോട്ട് കൂടി. ശൈത്യക്കാണെങ്കിൽ ആ സമയത്ത് ഇൻട്രസ്റ്റോട് കൂടി ശൈത്യനോട് ഒപ്പം കൂട്ടി. രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടി. എന്തായി പുറത്ത് വന്നപ്പോഴാണ് അണ്ടി പോയ അണ്ണാനാന്ന് മനസ്സിലായത് ഇവർക്ക്. അപ്പോൾ ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഫോൺ കിട്ടിയപ്പോൾ നേരെ ശൈത്യനെ ഫോളോ ഒക്കെ ചെയ്തു വിട്ടവർ. അത് കഴിഞ്ഞ് ഇവരിങ്ങനെ വീഡിയോസ് കണ്ടിരുന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി സംഭവം. അനുമോളടുത്തൊന്നും വിടണ്ടായിരുന്നില്ല. കാരണം അനുമോൾക്കാണെങ്കിൽ ഭയങ്കര ബിസിയായിട്ട് നടക്കും. ഇപ്പോൾ ഷിയാസ് കരീം ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥാനത്ത് ഇവർ രണ്ടുപേരും ആയിരുന്നു നടക്കേണ്ടിരുന്നത്. ഇപ്പോൾ ആ ഷിയാസ് കരീമിനെയും കൊണ്ടിട്ടാണ് അനുമോൾ നടക്കുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചു, അയ്യോ ഞങ്ങളുടെ ചാൻസ്, ഗോൾഡൻ ചാൻസ് ഈ ശൈത്യക്കാരനാണല്ലോ പോയത് എന്ന് മനസ്സിലാക്കിയപ്പോൾ 3 ദിവസം മുന്നേ ഇവർ അൺഫോളോ ചെയ്തു. നൂറ ഫോളോ ചെയ്യാനുമില്ല, അൺഫോളോ ചെയ്യാനില്ല. ആദിലയ്ക്ക് നേരെ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്തു കേട്ടോ. പക്ഷെ ആദിലെ നൂറ് ഇപ്പോഴും അനുമോളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ബിൻസി മസ്താനിയും തമ്മിലുള്ള കാര്യം, ബിൻസിക്ക് ആകെ കൂടിയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ടോ? ആകെ കൂടി എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും ചാച്ചൻ്റെ ഓട്ടോ, മസ്താനി, അനുമോൾ PR ഇതല്ലാതെ ബിൻസിക്ക് ഒന്നും പറയാനില്ല. കെട്ടന്ന് മോങ്ങാണ്. ആകെ കുറച്ച് ദിവസം ആ ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോൾ നന്നായി കളിച്ചിരുന്നെങ്കിൽ ഒരു 5th പൊസിഷൻ വരെയെങ്കിലും ഒന്ന് ആവാമായിരുന്നു. PR കൊണ്ട് അനുമോൾ ജയിച്ചിരിക്കാം. പക്ഷേ എന്നാലും ബിൻസിക്ക് ഇത്രയെങ്കിലും ഒന്ന് കയറി പോകുമായിരുന്നു. അതൊന്നുമില്ലാതെ ഇപ്പം അങ്ങോട്ട് വായിട്ടടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ആൾ തന്നെയായിരുന്നു ബിഗ് ബോസിൽ മിണ്ടാപ്പൂച്ചയായിട്ട് ഇരുന്നിരുന്നേ എന്ന് വിചാരിക്കും. അപ്പോൾ പക്ഷേ മസ്താനി നെഗറ്റീവായിട്ട് ഇറങ്ങി വന്ന ആളാണ് ബിഗ് ബോസിന്, വളരെ നെഗറ്റീവായിട്ട്. പക്ഷേ സെക്കൻഡ് എൻട്രി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മസ്താനി വലിയൊരു ഫാൻ ബേസ് ആയിട്ടാണ് വന്നത്. അതിന് പ്രധാന കാരണം ബിൻസിയാണ്. കാരണം എന്താണ്, ഈ ബിൻസി കാരണം തന്നെ അനുമോൾക്ക് കപ്പും കൂടുതൽ മേടിച്ചെടുത്തു. ആ സമയത്ത് അവസാനമായിട്ട് കുറേ വോട്ട് അങ്ങോട്ട് മറക്കേണ്ടി വന്നു. ഈ PR ഉണ്ടെങ്കിലും കൂടി കൂടുതൽ ഫാൻസ് നേരെ ഈ സഹതാപ് വോട്ട് കിട്ടി, PR വോട്ട് കിട്ടി, അതുപോലെ തന്നെ ഫാൻ ബേസ് വോട്ട് കിട്ടി. ഇത്രയും കിട്ടി. അതിൻ്റെ ഒന്നാമത്തെ കാര്യം ബിൻസി തന്നെയാണ്. മസ്താനിക്ക് നല്ല ഫാൻ ബേസ് ഇപ്പം ഉണ്ടാക്കി കൊടുക്കാൻ കാരണം എല്ലാം പോയതായിരുന്നു, എല്ലാം തകർന്നു എന്ന് വെച്ച് മസ്താനി ഇരിക്കുന്ന സമയത്താണ് ഫാൻ ബേസ് ഹൈ ലെവലാക്കി കൊടുത്തതും ബിൻസിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മസ്താനി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അതായത്, ഹായ് ഗേസ്, ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടും വീണ്ടും ബിഗ് ബോസ് എന്ന് പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടോളൂ കേട്ടോ. ഗൈസ്, ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ബിഗ് ബോസ് എന്ന് പറഞ്ഞ് കോണ്ടന്റ് ഉണ്ടാക്കുന്നു.
ഇത് മസ്താനി ഉദ്ദേശിച്ചത് ബിൻസിയെ തന്നെയാണ്. എപ്പോഴും ബിഗ് ബോസ് കോണ്ടന്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ് PR മസ്താനി ചാച്ചൻ്റെ ഓട്ടോ, PR മസ്താനി ചാച്ചൻ്റെ ഓട്ടോ. എന്തിനാണ് ഈ ബിൻസി ഇങ്ങനെ ഇന്റർവ്യൂവിന് മുഴുവൻ ഇരുന്ന് വിളമ്പുന്നത്? അത് ഭയങ്കര റൈസായിട്ടാണ് കേട്ടോ. പിന്നെ ബിൻസി മസ്താനിക്ക് ഇത്രയധികം എല്ലാവർക്കും ബിൻസി റീ എൻട്രിയിൽ നല്ല വോട്ട് ഉണ്ടാക്കി കൊടുത്തു. മസ്താനിക്ക് ഇത്രയും ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്തത് ഞാനും മസ്താനിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൻസിയുടെ ഒറ്റ വചനമാണ്, നിനക്ക് തന്തയില്ലല്ലോ, പറയാനെങ്കിലും ഒരു തന്ത വേണം, അതുപോലെ നിനക്കില്ലല്ലോ എന്ന ചോദ്യം. അത് അസ്ഥാനത്തായിപ്പോയി. കാരണം അതിന് മാത്രമൊന്നും നമ്മുടെ മസ്താനി പറഞ്ഞിട്ടില്ല. മസ്താനി പ്രശ്നം സോൾവ് ചെയ്യാനാണ് ചെന്നത്. അപ്പോൾ പറഞ്ഞാൽ ഞാൻ അന്തസ്സായിട്ടാണ് ഇവിടെ ഇറങ്ങിപ്പോയത്, നിന്നെപ്പോലെ എല്ലാവരും കൂകി വിളിച്ചിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഇറങ്ങിപ്പോയത് ചാച്ചൻ്റെ ഹോട്ടലല്ലേ എന്ന് പറഞ്ഞതിന് അതങ്ങോട്ട് പിടിച്ചിട്ട് നിനക്ക് പറയാൻ എനിക്ക് തന്ത പോലില്ലല്ലോ, എനിക്ക് പറയാനൊരു തന്തയുണ്ട് എന്ന് പറഞ്ഞു. ഒരു തന്ത ഒരാൾക്ക് പറയാനില്ലാത്തത് അയാളുടെ കുറ്റം കൊണ്ടല്ല. അയാളെ ജനിപ്പിച്ചിട്ട ആൾക്കാർ തന്തയില്ലാതായി പോയത് അവർ കാരണമാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ഒരിക്കലും ഒരാളെ പറയരുത് നിങ്ങൾ. അവരുടെ ശാപം നിങ്ങൾക്ക് കിട്ടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്താനി വിചാരിച്ചിട്ടാണ് മസ്താനിയുടെ തന്ത ഇല്ലാതെ പോയത്. മസ്താനിയെ അവർ ജനിപ്പിച്ചിട്ട വ്യക്തി എന്ത് ചെയ്യാൻ പറ്റും? സ്വയം മരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരൊറ്റ വേടിൽ കേരളക്കര ഒട്ടാകെ ബിൻസിയെ പ്രാഗിക്കൊണ്ടിരുന്നു. മസ്താനിയെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് മസ്താനിക്ക് ഫാൻ ബേസ് കൂടിയത്. ഇതൊന്നും അറിയാതെ ഇപ്പോഴും ബിൻസി ഇരുന്ന് പുലമ്പിക്കൊണ്ടിരിക്കുക. ഈ ചാച്ചൻ്റെ ഓട്ടോ വിറ്റ് ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി ബിൻസി തന്നെ. ഇപ്പോഴും ചാച്ചൻ്റെ ഓട്ടോ എനിക്ക് അഭിമാനമാണ്, അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ജീവിച്ചത് ചാച്ചൻ്റെ ഓട്ടോയിൽ കയറിപ്പോയതാണ്, എൻ്റെ അഭിമാനത്തിൻ്റെ കാര്യമാണ്, എൻ്റെ ചാച്ചനാണ്. ഇതൊക്കെ എല്ലാവർക്കും ഒന്നോ രണ്ടോ മൂന്നോ നാലോ വട്ടം പറഞ്ഞാൽ മനസ്സിലാവും. ഇതന്നെ എല്ലാ ഇൻ്റർവ്യൂസിലും ഇരുന്ന് വിളമ്പുക. ഈ ബിഗ് ബോസിൽ ഇതന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ, റീ എൻട്രിയിൽ ഇതന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ബോറിംഗ് ആണ് ബിൻസിക്ക് നല്ലൊരു ചാച്ചൻ ഉണ്ടായിപ്പോയത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടല്ല. ഇനി ബിൻസിക്ക് അങ്ങനെ ഒരു ചാച്ച ഇല്ലായിരുന്നെങ്കിൽ മറ്റുള്ളവർ തന്തയില്ലാത്തവളെ എന്ന് വിളിക്കുമായിരുന്നില്ലേ? പക്ഷേ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? എല്ലാവർക്കും സംസ്കാരമുള്ളത് കൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ